ഹലോ, നമ്മളെ പുതിയൊരു വീഡിയോ എന്ന് പറയുന്നത് വിഷുവിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. തലേ ദിവസം വൈകുന്നേരം ഞാൻ പിറ്റേ ദിവസത്തെ വിഷുവിൻ്റെ അന്നത്തേക്കുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്തു വെക്കുന്ന പരിപാടികളാണ് കേട്ടോ. ഇതൊക്കെ എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. തലേ ദിവസം സഹായത്തിനൊക്കെ ആൾക്കാർ കുറവുള്ളവരൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കും കേട്ടോ. എനിക്കിവിടെ ഞാൻ തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്യുക, വേറെ ആരും സഹായത്തിനൊന്നുമില്ല. അന്നേരം ഞാനിത് പച്ചടി ഉണ്ടാക്കുന്നത് കപ്പളങ്ങയും കൊണ്ടാണ് കേട്ടോ. അന്നേരം കപ്പളം ചെറുതായിട്ടൊന്ന് ചെനച്ചിട്ടുണ്ട്, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അര കപ്പളങ്ങയൊക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ട്. നമ്മൾ ഇഞ്ചിപ്പുളിക്കുള്ള പുളിയിഞ്ചി ഉണ്ടാക്കാനുള്ള ഇഞ്ചിയൊക്കെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ പച്ചരി വൈകുന്നേരമാണ് കേട്ടോ വെള്ളത്തിലിട്ട്, അതുകൊണ്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. അരി അരച്ചിട്ട് ഞാൻ പച്ചരിയും വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ പച്ചരി അരയ്ക്കുമ്പോൾ പിന്നെ ശർക്കരപ്പാനി ഉണ്ടാക്കിയിട്ട് ശർക്കരപ്പാനി പച്ചരിയിലേക്ക് ഒഴിച്ചിട്ട് രണ്ടും കൂടെ ഒന്നിച്ചാണ് അരച്ചെടുക്കുന്ന. 2 ചെറുപഴവും ചേർത്തിട്ടുണ്ട്, ലേശം മൈദയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ണിയപ്പം ചുട്ട് പകുതിയായപ്പോഴാണ് അതിൻ്റെ അകത്ത് തേങ്ങാക്കൊത്തൊന്നും ഇട്ടിട്ടില്ല എന്നുള്ളത് ഓർമ്മ വന്നിട്ടോ. എള്ളൊന്നും ഇട്ടിട്ടില്ല, എള്ളൊന്നും ഉണ്ടായിരുന്നില്ല, എള്ളൊന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് എള്ളും തേങ്ങാക്കൊത്തൊന്നും ഇടാത്ത ഉണ്ണിയപ്പമാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ, അതുകൊണ്ടാണ് പകുതി സാധനങ്ങളില്ലാത്തത്. ഉണ്ണിയപ്പം ഉണ്ടാക്കണം എന്നങ്ങനെ വിചാരിച്ചൊന്നല്ല, പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ തോന്നിയപ്പോൾ അങ്ങോട്ട് ഉണ്ടാക്കി കേട്ടോ. അതായത് ഇതൊക്കെ പുറത്തുനിന്നാണ് കേട്ടോ ചെയ്യുന്നത്. രാത്രി ആയിട്ടുണ്ട്, ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അന്നേരം ഞാൻ എല്ലാം ഗ്യാസുമ്മ തന്നെ ആയിട്ടുണ്ട്, ശരിയാവില്ല. അതുകൊണ്ട് പുറത്തടുപ്പിലാണ് കേട്ടോ ചെയ്യുന്നത്. അന്നേരം ഇഞ്ചിപ്പുളിക്കുള്ള ഇഞ്ചി വറുക്കുകയാണ് കേട്ടോ. അന്നേരം അടുപ്പ് കത്തിച്ചിട്ട് ഇഞ്ചി വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അന്നേരം ഇഞ്ചിയൊക്കെ വറുത്ത് വെച്ച് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുക കേട്ടോ. രാത്രി സമയത്തുനിന്ന് പുറത്തുനിന്ന് എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കിയാൽ ശരിയാവില്ല എന്ന് കാരണവന്മാർ പറയുന്ന പോലെ തന്നെ എനിക്ക് വലിയ സുഖമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് കുറേ നാൾ കൂടിയിട്ട് ഉണ്ടാക്കിയത്, എന്നാലും വലിയ കുഴപ്പമില്ല, അങ്ങ് കഴിക്കുക അത്രമാത്രം. അന്നേരം എല്ലാവരും വിഷു ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ എവിടം വരെ ആയി എന്നൊക്കെ കമൻറ്റ് ഇടണം കേട്ടോ. നമുക്ക് ഇപ്രാവശ്യം വലിയ കാര്യമായിട്ടുള്ള വിഷു ആഘോഷങ്ങളൊന്നും ഇല്ല. മക്കളൊക്കെ ഉള്ളതുകൊണ്ട് മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ചെറിയ രീതിയിലൊക്കെ ഒരു സദ്യയൊക്കെ ഉണ്ടാക്കിയെന്ന് മാത്രം കേട്ടോ. പിന്നെ നമ്മൾ നെയ്ച്ചോറ് ബിരിയാണി അങ്ങനത്തെ പരിപാടിയൊന്നും നമ്മൾ ഓണത്തിനും വിഷുവിനൊന്നും ഇല്ല കേട്ടോ. നമ്മളങ്ങനെ ഉണ്ടാക്കലേ ഇല്ല, ഓണത്തിനും വിഷുവിനൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. സദ്യ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം, കഴിക്കാനും അതാണ്. നമ്മളെ ശരീരത്തിനും ക്ഷീണത്തിനൊക്കെ നല്ലതാണ്. ഈ ചൂടിനൊക്കെ നമ്മൾ ബിരിയാണി നെയ്ച്ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നിനും പറ്റില്ല, എടുക്കാനും വെക്കാനും ഉണ്ടാവില്ല. നേരം നമ്മൾ അങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കലില്ല. ഇതാകുമ്പോൾ നമുക്ക് വയറിന് സുഖമാണ്, കഴിക്കുമ്പോഴും സുഖമാണ് കേട്ടോ. ഇവിടെ സദ്യ കഴിക്കാൻ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അതായത് ഞാൻ ഇഞ്ചിപ്പുളിക്ക് ഒരാണി ബെല്ലാണ് കേട്ടോ ആദ്യം എടുത്തത്. പിന്നെ നോക്കുമ്പോൾ അതിട്ടിട്ട് മധുരം ഒരു കറക്റ്റായിട്ടില്ല. കുഞ്ഞാപ്പൂണിൻ്റെ ഇടയിൽ കൂടെ കിടന്ന് തകൃതിയായിട്ട് എൻ്റെ കൂടെ ഇറക്കലും ഇതെടുക്കലായിട്ടൊക്കെ കച്ചറളിക്കുന്നു കേട്ടോ. അവളെ ചീത്ത പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഓരോന്നും ചെയ്യുന്നത്. അവരെല്ലാവരും ഇങ്ങനെ തന്നെയാണോ ഇഞ്ചിപ്പുളി ഉണ്ടാക്കാമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് കേട്ടോ ഇത് പഠിച്ചത്. എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഉണ്ടാക്കണ്ടേന്നൊന്നും. അന്നേരം ഞാൻ ആദ്യമൊക്കെ ഷാൻ്റെ കൂടെ പണിയെടുക്കുന്നവരൊക്കെ മുസ്ലിംസുകൾ. അന്നേരം നമ്മളെ വീട്ടിൽ ഓണായാലും വിഷു ആയാലും ഒക്കെ ഇവരെല്ലാവരും വരും കേട്ടോ. ഫാമിലി ആയിട്ടൊക്കെ ആയിരുന്നു കേട്ടോ വരൽ. അന്നേരം അവർക്കെല്ലാവർക്കും സദ്യ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്നേരം ഞാനിങ്ങനെ ഒരുപാട് കറികൾ ട്രൈ ചെയ്യുമായിരുന്നു കേട്ടോ. 10-20 ഐറ്റം കറികളൊക്കെ ട്രൈ ചെയ്യലുണ്ടായിരുന്നു പണ്ട്. ഇപ്പോഴാണ് പിന്നെ എന്നാലും കുറവ് അങ്ങനെ വരലുണ്ട്. എന്നാലും ഒരുപാട് ആദ്യത്തെപ്പോലൊന്നും അങ്ങനെ നമ്മൾ എല്ലാവരെയും വിളിക്കലില്ല. പിന്നെ മക്കളൊക്കെ ചെറുതൊക്കെ ആയപ്പോൾ പിന്നെ അവരെയും കൊണ്ടെല്ലാം ഒറ്റക്കൊന്നും ആവാത്തതുകൊണ്ട് പിന്നെ അതങ്ങനെ കുറഞ്ഞു വന്നു കേട്ടോ. പണ്ടെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ആളും ബഹളവും ഒക്കെ തന്നെയായിരുന്നു കേട്ടോ. ഷാൻ്റെ ഫ്രണ്ട്സായിട്ടൊക്കെ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ ഇഷ്ടംപോലെ ആളുണ്ടാവുമായിരുന്നു. ഓണത്തിനായാലും വിഷുവിനായാലും റെസ്റ്റ് ഇല്ലാത്ത സമയങ്ങളുണ്ട് കേട്ടോ. എന്നാലും ഞാൻ രാവിലെ കണി വെക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ കിടക്കില്ല. എന്നാലാണ് ഒരു 10-11 മണിയാകുമ്പോഴത്തേക്ക് എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മളെ കുളി അടക്കം ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് കഴിയണം. അല്ലെങ്കിൽ നമുക്ക് എന്തോ പോലെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ എന്തോ ഒരു മോശമല്ലേ. അതൊക്കെ കഴിയാൻ വേണ്ടി ഞാൻ പിന്നെ കിടക്കില്ല. നമ്മൾ ഈ പച്ചക്കറികൾ ഉണ്ടാക്കുമ്പോൾ നമുക്കെല്ലാം ഉണ്ടാക്കി വരുമ്പോൾ പാത്രം കഴുകാനാണ് ഒരുപാടുണ്ടാവും പാത്രം കഴുകാൻ. അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള പ്രശ്നം. അന്നേരം നമ്മൾ പുളിയിഞ്ചി ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് വർത്താനം പറഞ്ഞ് പോയി. പുളിയിഞ്ചിൻ്റെ ഇഞ്ചിയൊക്കെ വറുത്ത് വെച്ച് അതിനകത്ത് 2 പച്ചമുളകും കരിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ടൈം ആയപ്പോൾ ഇഞ്ചി ഒരുവിധം വറുത്ത് വന്നപ്പോൾ കേട്ടോ പച്ചമുളകും കരിവേപ്പില ഇട്ട് വറുത്തത്. അതൊക്കെ നന്നായി ഒരു ഒച്ച വന്നപ്പോൾ എടുത്തത്. അതൊക്കെ എടുത്ത് ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ ലേശം മല്ലിപ്പൊടിയും മുളക് പൊടി ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് ആ ഓയിൽ മാറ്റി വെച്ചു കേട്ടോ. അതിന് ചിക്കനൊക്കെ വറക്കുമ്പോൾ അതിനകത്തേക്ക് ഒഴിക്കാം നമുക്ക്. എന്നിട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചിക്ക് നല്ല എരിവുള്ള അല്ലാണ്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അന്നേരം അതൊക്കെ ഇട്ട് അത് നന്നായി മൂത്ത് വന്നപ്പോൾ നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു. പുളിവെള്ളം നന്നായിട്ട് മസാലയെ കടന്ന് നന്നായിട്ടൊന്ന് കുറുകി തിളച്ച് വന്നപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുത്തു. ഇഞ്ചി ആ പുളി കടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വേകണം കേട്ടോ.
വെന്ത് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കുക. ഒരാണിയും വെല്ലം ഞാൻ ആദ്യം ഇട്ടിട്ട് മധുരം കുറവും തോന്നിയതുകൊണ്ട് കറക്റ്റ് ആവാത്ത പോലെ തോന്നി. ഒരു ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ആവശ്യത്തിന്, എന്നാലേ ഈ മധുരവും ഉപ്പും എല്ലാം കൂടെ ബാലൻസ് ആയിട്ട് കിട്ടുള്ളൂ. ഇതൊക്കെ ഒരു 1.5 ആണി വെല്ലം ഇട്ട് കൊടുത്തു കേട്ടോ. 1/4 ഇഞ്ചി എടുത്തിട്ടുണ്ട്. അവിടെ ഇഞ്ചിപ്പുളി പൊന്നൂനും ചക്കുനും കുഞ്ഞാപ്പൂനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവർ വെറുതെ തിന്നും, ഈ പുളിയച്ചാറൊക്കെ തിന്നും പോലെ അങ്ങനെ തിന്നും. അതുകൊണ്ടാണ് കുറച്ച് തോനെ ഉണ്ടാക്കിയത് കേട്ടോ. അന്നേരം പുളിയിഞ്ചിയൊക്കെ അവിടെ റെഡിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. അന്നേരം ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ണിയപ്പം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളതല്ല ഏച്ചീൻ്റെ വീട്ടിലത്തെയാണ് കേട്ടോ. അന്നേരം അവിടെ നിന്ന് എടുത്താണ് കേട്ടോ. ഉണ്ണിയപ്പം ചട്ടി നമുക്കില്ല. അന്നേരം എപ്പോഴും വിചാരിക്കും ഒരു ഉണ്ണിയപ്പം ചട്ടി മേടിക്കണം എന്ന്, പക്ഷെ ഒരിക്കലും നടക്കില്ല കേട്ടോ. ഞാൻ കുഞ്ഞു ഉണ്ണിയപ്പമാണ് കേട്ടോ ചുട്ടത്. ഇത് അത്യാവശ്യം കുഴിയുള്ള ഉണ്ണിയപ്പം ചട്ടിയായിരുന്നു കേട്ടോ. വലിയ ഉണ്ണിയപ്പം ചൂടാം നമുക്ക്. പക്ഷെ ഞാൻ ഓരോ ചെറിയ സ്പൂണിനും ഓരോ സ്പൂൺ ഒഴിച്ച് കുഞ്ഞു ഉണ്ണിയപ്പായിട്ട് ഉണ്ടാക്കിയത്. അത് കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞായതുകൊണ്ട് പെട്ടെന്ന് വെന്തും കിട്ടി, നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. അല്ലെങ്കിൽ വലുതാകുമ്പോൾ എനിക്ക് എപ്പോഴും എന്താ പ്രശ്നം, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഒരു സാധനം വരും. ഡബിൾ ഉണ്ണിയപ്പം പോലെ ഉണ്ടാവും കേട്ടോ. ഞാൻ എപ്പോൾ ഉണ്ടാക്കുമ്പോഴും ഉള്ളൊന്നും ചിലതിൻ്റെ ഒന്നും ഉള്ളു വേകാത്ത പോലെയൊക്കെ തോന്നുന്നത്. ഞാൻ ഇപ്രാവശ്യം ചെറുത് ഒഴിച്ചു കൊടുത്താൽ കേട്ടോ. കുറച്ചൊരു സോഫ്റ്റ്നെസ്സിന് കുറച്ച് കുറവുണ്ടായിരുന്നു. നമ്മൾ വേറെ ഒന്നും ചേർക്കാനും ഇത് പൊന്തി വരാനൊന്നും ചേർക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അന്നേരം കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനല്ലേ വെച്ചിട്ടുള്ളൂ. അന്നേരം അതുകൊണ്ട് കുറച്ചൊരു സോഫ്റ്റ്നെസ് കുറവുണ്ടായിരുന്നു. തിന്നാം കേട്ടോ. എനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. എൻ്റെ അമ്മേൻ്റെ ഏച്ചീൻ്റെ ഇവിടുത്തെ ഹസ്ബൻഡിൻ്റെ അമ്മേൻ്റെ ഏച്ചീൻ്റെ ഇവിടെ വീട്ടിൻ്റെ അടുത്ത്. അവർ പണ്ട് ഇങ്ങനെ മൂത്ത ആൾ ചെറുതായിരിക്കുമ്പോൾ ഇങ്ങനെ വന്ന് വീട്ടിലിങ്ങനെ ഇരിക്കുമായിരുന്നു, അവളെ കളിപ്പിച്ചിട്ട്. അന്നേരം അവരാണ് കേട്ടോ എനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറഞ്ഞു തന്നത്. അങ്ങനെയാണ് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പഠിക്കുന്നത്. എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും. പിന്നെ എനിക്ക് ഉണ്ണിയപ്പം ചട്ടി ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും എവിടെയും പോയി മേടിക്കേണ്ട വിചാരിച്ചിട്ട് ഞാൻ തന്നെ എന്ത് ചെയ്യുമോ, നമ്മൾ ചെറിയ ഉരുളിയൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ അകത്ത് ഓയിൽ ഒഴിച്ചിട്ട് നമ്മളെ കുണ്ടൻ കയ്യിൽ മാവ് ഇങ്ങനെ ലേശം ഒഴിച്ചിട്ട് അതിങ്ങനെ എണ്ണയിൽ വെച്ചിട്ട് വയ്ക്കുക. എണ്ണ നന്നായി ചൂടാക്കുമ്പോൾ കുണ്ടൻ കയ്യിൽ മാവിൽ എണ്ണയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അതിങ്ങനെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഇളകി പോകുന്ന സമയമാകുമ്പോൾ പാത്രത്തിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ ഞാൻ ചുട്ടെടുക്കലുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ അങ്ങനെയാണ് ചുട്ടത്. എപ്പോഴും നമ്മൾ മേടിക്കേണ്ട വെച്ചിട്ട് അങ്ങനെയൊക്കെ ചൂടും. ഉണ്ണിയപ്പം ചട്ടി ഇല്ലാണ്ടും ചൂടാട്ടോ നമുക്ക്. പിന്നെ ഇതൊരു എളുപ്പം, അത് കുറച്ച് റിസ്ക് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്താട്ടോ. ഇനി ഇതൊക്കെ കഴിഞ്ഞ് കുളിച്ചിട്ടില്ല. കുഞ്ഞാപ്പം അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ പപ്പടക്കൊള്ളിയിൽ ലോലിപോപ്പ് പോലെ ഉണ്ണിയപ്പത്തിനെ കുത്തിയിട്ടൊക്കെ അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. ചക്കു കാണിച്ചു കൊടുത്താൽ ചൂടാറാൻ വേണ്ടിയിട്ട് കുത്തിയിട്ട്. അങ്ങനെ പിന്നെ കുഞ്ഞാപ്പൂന് അതൊരു കളിയായി. പിന്നെ ഉണ്ണിയപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് പച്ചടിക്കുള്ളത് നമ്മളെ കുഞ്ഞി കുടുക്കയിലിട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം പച്ചടിക്ക് ഞാൻ അരയ്ക്കുന്നത് കടുകും തേങ്ങയും പച്ചമുളകും കേട്ടോ. തേങ്ങേൻ്റെ ഉള്ളുഭാഗം എന്ന് പറഞ്ഞാൽ അടിഭാഗം നമ്മൾ എടുക്കില്ല, മുകളിലത്തെ വെള്ളഭാഗം മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. അത് അവിടെ എല്ലാം അരച്ച് സെറ്റാക്കി വെച്ച് കപ്പളങ്ങ വേകുന്ന നേരം കൊണ്ട്, കപ്പളങ്ങ മീൻസ് പപ്പായ കേട്ടോ, നമ്മൾ പച്ചക്കായില്ലേ കാളം വെക്കാൻ വേണ്ടിയിട്ട് പച്ചക്കായിന് തോല് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഈ തോലിന് നമ്മൾ നാളെ കൂട്ടുകറിയിലേക്ക് ഇടും കേട്ടോ. അന്നേരം കാളനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമുള്ള സംഭവം കേട്ടോ. ഇപ്രാവശ്യം അധികം കറികളൊന്നും ഇല്ല, ഒരു 5-6 കൂട്ടം കറികളൊക്കെ ഉള്ളൂ കേട്ടോ. 10-20 കൂട്ടം കറിയൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇപ്രാവശ്യം എല്ലാം കുറച്ച് ഇത്രയിലെത്തി. ഒന്നാമത്തെ വയ്യ, പിന്നെ പണിയൊക്കെ കുറവായിരുന്നു, പിന്നെ നമ്മൾ അച്ഛമ്മ മരിച്ചിട്ട് അധികമായിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് കേട്ടോ. ഒന്നാമത്തെ വലിയ കാര്യമായിട്ടൊന്നും കഴിക്കാത്ത 3 കായ് എടുത്തുള്ളൂ. ചെറിയ കായാണ് കേട്ടോ. മൂപ്പ് കുറച്ച് കുറവുള്ള പോലെ ഉണ്ട്. കായ് നല്ല മൂത്ത കായ് വേണം നമ്മൾ കാളം വെക്കുമ്പോൾ. നല്ല ടേസ്റ്റാണ് കേട്ടോ കാളന്. അന്നേരം കാളം വെക്കാൻ തന്നെ നമ്മളിങ്ങനെ പച്ചക്കായ് ഇങ്ങനെ എടുത്ത് മുറിച്ച്, പച്ചക്കായല്ലേ വേഗം വെന്ത് കിട്ടും. അന്നേരം പച്ചക്കായ് ഇങ്ങനെ മുറിച്ചിട്ട് 2 പച്ചമുളക്, ഒരു ചെറിയൊരു കഷ്ണം ഉള്ളിയും കൂടെ അതിൻ്റെ അകത്തേക്ക് മുറിച്ചിട്ട് മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് അങ്ങോട്ട് വേവിക്കുക കേട്ടോ. വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മോര് കറിക്കെല്ലാം അരയ്ക്കില്ല അതുപോലെ തന്നെ ലേശം വെള്ളം കുറച്ച് മതിയെന്ന് മാത്രം. അധികം ഇങ്ങനെ ലൂസായി പോരുത്. നമ്മൾ പുളിശ്ശേരി മോര് കറിയൊക്കെ വെക്കുമ്പോൾ ലൂസായി പോരുത്, കുറച്ചിങ്ങനെ ഒരു തിക്കായിട്ടിരിക്കണം എന്ന് മാത്രം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. സാമ്പാറും കാളനൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇവർ ഫോണും എടുത്തിട്ട് എന്താക്കി അവിടെ പടക്കം പൊട്ടിക്കുന്നുണ്ട് അച്ഛനും മക്കളും. അങ്ങോട്ട് പോയിട്ടോ. അന്നേരം അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വിളിച്ചു വരുത്തിയാണ് കേട്ടോ. വീഡിയോ എടുക്കാൻ ഒരാൾ വേണം. എൻ്റെ സ്റ്റാൻഡിൻ്റെ ഇത് ഇളകിപ്പോയതുകൊണ്ട് വീഡിയോ എടുക്കാൻ ഒരാൾ വേണം. അതിൽ നിൽക്കില്ല. ഞാൻ സ്റ്റാൻഡിൻ്റെ അതായിട്ട് വാങ്ങിക്കാൻ കിട്ടുമോ നോക്കിയിട്ട് മീഷോയിലൊന്ന് കുറേ തപ്പിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ മാറി അങ്ങനെ പോയി. അതായത് മഞ്ഞപ്പൊടി ഉപ്പിട്ടത് വേവിക്കാൻ വെക്കണ്ട. നമ്മൾ പച്ചടി വേവിച്ച് അതേ കുടുക്കയിൽ തന്നെ വെക്കണ്ട. പച്ചടി ഞാൻ ഊറ്റിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ കുടുക്കയിൽ തന്നെ അടുപ്പത്ത് തന്നെ അങ്ങോട്ട് വെക്കുക. അടുപ്പത്ത് നല്ല തീയുണ്ട്, അന്നേരം അടുപ്പത്ത് തന്നെ അങ്ങോട്ട് വെക്കാൻ വിചാരിച്ചു കേട്ടോ. എന്നുവെച്ചാൽ കുടുക്ക ഇനി മാറ്റണ്ടല്ലോ, ഈ കുടുക്കയിൽ തന്നെ കാളനാക്കിയിട്ട് അവിടെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ചട്ടി കുറവാണ്. അന്നേരം പിന്നെ ഇറച്ചി മീനൊക്കെ വെക്കുന്ന ചട്ടിയിൽ നമുക്ക് വെച്ചാൽ ശരിയാവില്ല. നമ്മൾ ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ ചട്ടിയിൽ വെക്കണം, തൈരൊക്കെ വെക്കുമ്പോൾ. പക്ഷേ കുടുക്കകൾ കുറവാണ് കേട്ടോ, അതുകൊണ്ടാണ്. തൈരൊക്കെ ഒഴിച്ച് വെക്കാൻ നമ്മളെപ്പോഴും സ്റ്റീൽ പാത്രത്തിലോ അലുമിനിയം പാത്രത്തിലും വെക്കുക. നമ്മളെ കപ്പളങ്ങ വെന്ത് കഴിഞ്ഞപ്പോൾ ഒരു മഞ്ഞ കളർ ഉണ്ട് കേട്ടോ. അത് മഞ്ഞ കളർ പൊടി ഇട്ടൊന്നുമല്ല, ഇത്ര മഞ്ഞ കളറില്ല കേട്ടോ. ഇത് ക്യാമറയിലായതുകൊണ്ടാണ് ഇത്ര മഞ്ഞ കളർ കാണിക്കുന്നത്. അപ്പോൾ ചെനച്ചതുകൊണ്ട് ഒരു ചെറിയ മഞ്ഞ കളറുണ്ട്. പക്ഷേ അത് കറിക്കായിട്ടൊരു വ്യത്യാസമൊന്നും വന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുട്ടികളും പറയുന്നുണ്ടായിരുന്നത് കപ്പളങ്ങയാണെന്ന് അറിയില്ല അമ്മ, വെള്ളരി പോലെ തന്നെ ഉണ്ട് പറയുന്നുണ്ടായി.
അങ്ങനെ പച്ചടീൻ്റെ ആളാണ് പൊന്നൂസ്. പൊന്നൂസിന് പച്ചടീൻ്റെ മെയിൻ ആളാണ് കേട്ടോ അവൾ. എനിക്ക് പച്ചടി അങ്ങനെ ഇഷ്ടമില്ല. അന്നേരം പച്ചടിക്ക് നമ്മൾ അരച്ചത് ഇട്ട് കൊടുത്ത് ഞാൻ തിളപ്പിക്കില്ല കേട്ടോ പച്ചടി. ചിലർ കാണാം പച്ചടി തിളപ്പിക്കുന്നത്, ഞാനങ്ങനെ തിളപ്പിക്കലില്ല. ഞാൻ അരപ്പിട്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു കമ്പിത്തിരി ഇറക്കാൻ പോയി കേട്ടോ. അതാ കുഞ്ഞാപ്പം ഉണ്ട് അവിടെ. ഇതിങ്ങനെ പൊട്ടിത്തെറിക്കാത്തൊരു ചുവന്നത് കത്തുന്ന കമ്പിത്തിരിയാണ് കേട്ടോ. അതിനകത്ത് പുക ഭയങ്കര പുകയാണ്. അന്നേരം അതിന് താളിച്ച് വയ്ക്കുകയാണ്. പച്ചടിയിൽ കടുക് പൊട്ടിച്ചു, വറ്റൽമുളകും കരിവേപ്പില ഇട്ടിട്ട് പച്ചടീനെ താളിച്ച് വയ്ക്കുകയാണ് കേട്ടോ. പച്ചടീനെ ഞാൻ തിളപ്പിക്കാണ്ട് ഇതൊക്കെ അരപ്പൊക്കെ ചേർത്ത് കടുകും വറുത്തിട്ട് തൈര് ഒഴിച്ച് നന്നായിട്ട് ഉപ്പും പാകത്തിനാക്കി മിക്സ് ചെയ്ത് അവിടെ വെക്കും കേട്ടോ. രാത്രി തന്നെ കുറച്ച് കൂട്ടിയിട്ടൊക്കെ ഉണ്ടോ കിടന്ന് ചോറുണ്ണുമ്പോൾ കൂട്ടുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങോട്ട് ബാക്കി അവിടെ എടുത്ത് നന്നായിട്ട് മൂടി വെക്കും കേട്ടോ. അതൊക്കെ നമ്മൾ തൈര് ഒഴിച്ച കറികളൊക്കെ തലേ ദിവസം വെക്കുമ്പോൾ അത് പിറ്റേ ദിവസത്തേക്ക് നന്നായിട്ട് സെറ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അപ്പം തന്നെ വെക്കുമ്പോൾ അതിൻ്റെ പുളിയും ഉപ്പൊക്കെ കറക്റ്റായിട്ട് പാകത്തിന് കിട്ടില്ല നമുക്ക്. അതായത് തലേ ദിവസം തൈര് കറികളൊക്കെ വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ സദ്യ ഉണ്ടാക്കുമ്പോൾ തൈര് കറികൾ വെക്കുമ്പോൾ തലേ ദിവസം വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഫ്രിഡ്ജില്ലാത്തതുകൊണ്ട് ഫ്രിഡ്ജിലൊന്നും വെക്കാൻ പറ്റില്ല. ബാക്കി വന്നാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേഗം കേടുവല്ലേ, ഇപ്പോൾ ചൂടല്ലേ, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്രാവശ്യം എല്ലാം കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്താ വെച്ചാൽ നമ്മൾ അധികം ആരും വിളിച്ചിട്ടില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ, അമ്മയുണ്ട്, വേറെ ആരുമില്ല. അന്നേരം നമ്മൾ ആരും വിളിക്കാത്തതുകൊണ്ട് തന്നെ ഫുഡ് ബാക്കി വരണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാം ലേശം ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ കുറേ നാളായില്ലേ സദ്യ കഴിക്കുന്നുണ്ടോയെന്ന് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നിയിട്ടോ. അന്നേരം ഓണത്തിൻ്റെ വീഡിയോസ് നാളെ ഇന്നിപ്പോൾ ഇതിട്ട് നാളെ ഓണത്തിൻ്റെ വീഡിയോസ് ഇടാം കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഓണത്തിൻ്റെയും പോട്ടെ, വിഷുവിൻ്റെ വീഡിയോ നാളെ ഇടാം കേട്ടോ. ഇത് വിഷു തലേന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അന്നേരം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അന്നേരം കാളൻ്റെത് റെഡി ആയിട്ടുണ്ട്. കാളൻ്റെത് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തുനിന്ന് എടുത്ത് അകത്ത് കൊണ്ട് വെച്ചു കേട്ടോ. എന്താ വെച്ചാൽ പിന്നെ പുറത്ത് പോകാൻ കുറേ സമയം 9:30-10 മണിയൊക്കെ ആകാനായിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് കണിക്കൊന്ന കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് വൈകുന്നേരം ആയപ്പോഴേക്കും വാടിപ്പോയിട്ടുണ്ടായിരുന്നു. വീട്ടിൻ്റെ അടുത്തുള്ള ചേച്ചി തരാമെന്ന് പറഞ്ഞിട്ട് അവർ ടൗണിൽ പോയിട്ട് വരുമ്പോൾ നേരമായി. പിന്നെ രാത്രി അവിടെ പോയി ഇവർ അച്ഛനും മക്കളും കണിക്കൊന്നയൊക്കെ പറിച്ചിട്ടൊക്കെ വന്നു. പിന്നെ കണി വെക്കാനുള്ളതൊക്കെ വൃത്തിയാക്കണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. കുളിച്ചിട്ടുമില്ല, അതൊക്കെ ആക്കി വെച്ചൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടിട്ടുണ്ടോ കുളിക്കാൻ പോകാൻ. അതായത് നമ്മൾ കാളൻ്റെത് അരപ്പൊക്കെ ഇട്ട് തിളപ്പിച്ചതിന് ശേഷം കുറച്ച് തൈര്, നമ്മളൊരു പാക്കറ്റ് തൈരാണ് കേട്ടോ പച്ചടിക്കും കാളനും കൂടെ എടുത്തത്. അന്നേരം അത് വറവൊക്കെ ഇട്ട് അത് സെറ്റാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഫുള്ളായിട്ട് ഇരുട് കാണുന്നുണ്ടറിയോ അവിടെ അവർ ഇത് കത്തിക്കുന്നുണ്ട്. എന്തെന്ന് മത്താപ്പൊന്തുന്ന സംഭവം, ഇങ്ങനെ പിരിന്ന് വേണ്ടി കത്തുന്ന സംഭവമില്ലേ, അത് കത്തിക്കണതിൻ്റെ പേരെന്തുകൊണ്ട് എനിക്ക് മറന്നുപോയി കേട്ടോ. അത് കത്തിക്കുന്നുണ്ട് അവിടെ. അതുകൊണ്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് വെട്ടമില്ല, ലൈറ്റ് ഇട്ടിട്ടില്ല, ഇവരിത് കത്തിക്കുന്നുണ്ട്. അന്നേരം കണി വെക്കുന്നതൊക്കെ ഞാൻ ഇരുവിധം സെറ്റാക്കി ഇങ്ങനെ വെക്കും. രാവിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെക്കാം കേട്ടോ. നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ.